ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ഇന്ന് ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ ഈ സ്പെഷ്യൽ ഒരു സാധനമാണ് പപ്പായത്തിന് പറഞ്ഞാൽ ഒന്ന് ഡീഹൈഡ്രേറ്റ് ചെയ്യാമെന്ന പരിപാടി. അത് കാരണം എന്ന് പറഞ്ഞാൽ പഞ്ചുകാരൻ സിൽവൻ ചോദിച്ചതാണ് പപ്പായ ഉണ്ടോ. അപ്പം നമ്മളൊന്ന് ഓടിക്കണം. അങ്ങനെ പഴുത്ത പപ്പായ കിട്ടി, അത് ഞാനിതിപ്പോൾ ശരിയാക്കാൻ പോകും. ഞാൻ ഡീഹൈഡ്രേറ്റ് കാണിച്ചു തരാം. പിന്നെ പപ്പായ പഴുപ്പ് കുറവായെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന സൂത്രമുണ്ട്. കടലാസിൽ പൊതിഞ്ഞ് വെക്കുക, എന്നാൽ അത് പെട്ടെന്ന് പഴുക്കും. അങ്ങനെ കുറച്ച് പഴുപ്പ് കുറഞ്ഞ പഴത്തിന് ഞാനിങ്ങനെ പൊതിഞ്ഞ് വെച്ചിരിക്കുകയാണ്. അത് അടുത്ത ദിവസം ചെയ്യും. എന്നാൽ നമുക്ക് പപ്പായത്തിൽ നിന്ന് തോല് മാറ്റിയിട്ട് സ്ലൈസ് ചെയ്യാം. ഓക്കെ, അങ്ങനെ പപ്പായം തൊലി കളഞ്ഞു. പപ്പായാണ് നല്ല ഭംഗിയാണ്. നമുക്ക് ഇതിനെ സ്ലൈസ് ചെയ്യണം. അടുത്ത വട്ടം സ്ലൈസ് ചെയ്യലാണ്. ഹലോ ഫ്രണ്ട്സ്, നമുക്ക് മറ്റൊരു പുതിയൊരു വീഡിയോയിലേക്ക് പോകാം. ഇന്ന് ഞാൻ ആദ്യമായിട്ടാണ് പപ്പായ ഒന്ന് ഡീഹൈഡ്രേറ്റ് ചെയ്യാമെന്ന് വിചാരിക്കുന്നത്. അപ്പോൾ ഇത് ആവശ്യക്കാർ വേറെ ആരുമല്ല, എൻ്റെ ഇവിടെയുള്ള പണ്ട് വന്ന ഒരു ഫ്രഞ്ചുകാരുണ്ടല്ലോ. അപ്പോൾ അവൻ ചോദിച്ചതാണ് പപ്പായ ഉണ്ടോ എന്ന് ചോദിച്ചു. അപ്പം ഞാൻ ഇല്ല എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ പപ്പായ വാങ്ങി, നല്ല പപ്പായ ആയിരുന്നു. അപ്പോൾ അത് വാങ്ങിക്കൊണ്ടുവന്നു. അതിൻ്റെ തൊലി കളഞ്ഞ ശേഷം നല്ല സ്ലൈസ് ചെയ്ത് ഇപ്പം ഞാൻ മിഷനിലേക്ക് കയറ്റിയിട്ടുണ്ട്. അത് കാണിച്ചു തരാം. ഇന്നലത്തെ ഒരു ട്രേ കൂടി ഉണ്ട് ഇതിൻ്റെ കൂടെ. അപ്പം അവർക്ക് ആവശ്യം കൂടുതലാണ്. ഇതേണ്ട, ഞാൻ ഇന്നലെ വെച്ചതാണ്. അത് ഏകദേശം എന്ന് പറഞ്ഞാൽ ഉണങ്ങി വരുന്നുണ്ട്. ഇപ്പം തന്നെ എൻ്റെ മിഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൂ. പുറത്തെ ടെമ്പറേച്ചർ ഒന്ന് കുറച്ച് കൂടി വരുന്നുണ്ട്. ഇപ്പം 34 എത്തിയിട്ടുണ്ട്. ഇത് ഇന്ന് വെച്ചതാണ്. നല്ല പഴുത്ത പപ്പായ, നല്ല കളറുണ്ട്. നല്ല കടും ഓറഞ്ച് നിറമുള്ള നല്ല പപ്പായ, നല്ല മധുരമുണ്ട്. നമുക്ക് രാവിലെ തന്നെ ഒരു ചെയ്ത് കഴിച്ചു. മിഷനിലേക്ക് ഞാൻ കയറ്റി വിട്ടിട്ടാണ്. ഇതിൽ തന്നെ ഉണങ്ങിയ പീസുകളാണ്. അതാണ് ഉണങ്ങിയ പീസുകൾ. വെള്ളമൊക്കെ പോയി കനം കുറഞ്ഞ പീസുകളായിട്ട് മാറും. ഇങ്ങനെയാണ് ഉണ്ടാകുക. അപ്പം ഇത് ഉണങ്ങട്ടെ, ബാക്കി അടുത്ത വീഡിയോയിൽ കാണാം. പപ്പായ എന്നാൽ ഏറ്റവും പോഷക ഗുണമുള്ളൊരു സാധനമാണ്. ശരീരത്തിന് ഏറ്റവും ആവശ്യമുള്ള സാധനം. ഏത് പ്രായത്തിലുള്ള ആൾക്കും കഴിക്കാൻ പറ്റുന്നത്. പക്ഷേ അത് കഴിക്കാൻ പറ്റാത്ത ആൾക്കാരുണ്ട്. ഗർഭസ്ഥാവസ്ഥയിൽ നമ്മൾ പപ്പായ കൊടുക്കാതിരിക്കാൻ ഏറ്റവും നല്ലത്. ഡോക്ടേഴ്സ് അഡ്വൈസ് ചെയ്യുന്ന കാര്യം അത് പ്രത്യേകം ശ്രദ്ധയിൽ വെക്കുക. ഒരു നിശ്ചിത പീരീഡിൽ ഗർഭിണികൾ കഴിക്കാൻ പാടില്ല എന്ന് പറയുന്നത്. അറ്റ്ലീസ്റ്റ് 3 മാസം ആദ്യത്തെ, അതിനുശേഷം എല്ലാം കഴിക്കാം. അപ്പോൾ അതിലേറ്റവും നല്ല സാധനമാണ് പപ്പായ. പപ്പായ ഞാൻ പാക്ക് ചെയ്ത് കഴിഞ്ഞ് കാണിച്ചു തരാം. ഞങ്ങളുടെ പാക്കിങ് ഞങ്ങളുടെ ഇങ്ങനെയാണ് ഉണ്ടാവുക. ഡിസ്പ്ലേയിൽ വെച്ചിട്ട് നല്ല ഭംഗിയെല്ലാം കാണാം. കസ്റ്റമർ